പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇന്ന് ആലപ്പുഴയിൽ ചമ്പക്കുളത്ത് മൂലം വള്ളംകളി നടക്കുകയാണ്. ആ വള്ളംകളി നടക്കുമ്പോൾ അവിടെ പ്രാദേശിക അവധി കിട്ടിയിട്ടില്ല എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ്. ഇതെങ്ങനെയാണ് ഇപ്പോൾ ഇത്ര വലിയ വാർത്തയാകുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ പ്രിയപ്പെട്ട റെജി ചെറിയാൻ, അത് കുട്ടനാട് MLA ആണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ സബ്മിഷനിൽ നിയമസഭയിൽ ഉന്നയിച്ചൊരു കാര്യമാണ്, മൂലം വള്ളംകളിക്ക് ഒരു പ്രാദേശിക അവധി വേണം എന്ന് പറഞ്ഞ ഒരു ഇൻസിഡൻറ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. യഥാർത്ഥത്തിൽ അദ്ദേഹം ഇത് ഉന്നയിച്ചത് പോലും നിയമസഭയിൽ ഉന്നയിക്കേണ്ട കാര്യമല്ല. പക്ഷേ അദ്ദേഹം നിയമസഭയിൽ ഉന്നയിച്ചത് അവിടുത്തെ പൊതുജനങ്ങളെ ഞാനിങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചു എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ വേണ്ടി കൂടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഉന്നയിച്ചതിന് ശേഷമുണ്ടായിട്ടുള്ള രസകരമായ സംഭവങ്ങൾ നമുക്കറിയാം. കാരണം എഴുന്നേറ്റ് നിന്ന് VD സതീശൻ പതിവ് പോലെ തന്നെ അദ്ദേഹം നമ്മൾ ഗവൺമെൻറ് ആലോചിച്ച് പറയാം, വേണ്ടത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇരുന്നു. അദ്ദേഹം വായടക്കുന്നതിന് മുമ്പ് തന്നെ താഴേക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ തൊട്ട് സൈഡിൽ ഇരിക്കുന്ന കുഞ്ഞാലിക്കുട്ടിയോട് ഒരു കാരണവശാലും കൊടുക്കൂല എന്നുള്ളത് അദ്ദേഹം പറയുന്നത് കൂടി നമ്മൾ കൃത്യമായി കേട്ടു. അപ്പോൾ അത് സഭാ TV അടുത്ത് റെജി ചെറിയാൻ പോലും കേട്ടു. റെജി ചെറിയാൻ പോലും ആകെ വിഷമത്തിലായിപ്പോയി, സങ്കടത്തിലായിപ്പോയി എന്നുള്ളത് നമുക്കറിയാം. നമ്മളതിവിടെ ചർച്ച ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ അതിന് ഒരു രക്ഷാപ്രവർത്തനവുമായിട്ട് നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വന്നിരിക്കുന്നു. ഇനി അതിലെ തമാശകൾ കൂടിയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഈ സംഭവം നടന്നതിന് ശേഷം യഥാർത്ഥത്തിൽ മാധു സജി എന്ന് പറയുന്ന റിപ്പോർട്ടർ TVയുടെ കോർഡിനേറ്റിംഗ് എഡിറ്റർ വന്നിരുന്ന് നമ്മളോടൊരു കാര്യം പറഞ്ഞിരുന്നു. നമുക്കൊക്കെ നേരത്തെ മനസ്സിലായതാണ്, ഇവർക്ക് തുറന്നു പറയാൻ കുറച്ച് വൈകി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം VD സതീശൻ അത്ര ജെനുവിൻ അല്ല, പക്ഷെ പിണറായി ജെനുവിൻ ആയിരുന്നു എന്നുള്ളത് പറയുന്നതൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ നാട്ടുകാർക്കൊക്കെ ഏതാണ്ട് കാര്യം പതുക്കെ മനസ്സിലായി വരുന്നു എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. അപ്പോൾ ഇങ്ങനെ മനസ്സിലായി വരുന്നതിൻ്റെ ഇടക്കാണ് ഇദ്ദേഹം ഒട്ടും ജെനുവിൻ അല്ല എന്ന് തെളിയിക്കുന്ന മറ്റൊരു സംഭവം കൂടി ഉണ്ടായിട്ടുള്ളത്. അത് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കൊണ്ടുകൂടി ഒരു വലിയ നുണ പറയിക്കാനായിട്ട് ഇദ്ദേഹം ശ്രമിച്ചു. അത് പക്ഷേ അമ്പേ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് കഴിഞ്ഞ ദിവസം വന്നിട്ട് ഒരു പ്രസ് ബ്രീഫിന് വേണ്ടിയിട്ട്, അതായത് സാധാരണ പത്രക്കാരെ ചുറ്റും കൂടിയെന്ന് അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇതേ ചോദ്യം തന്നെ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, ലോകത്തെ മുഴുവൻ പറ്റിക്കാൻ പറ്റും, പക്ഷെ എന്നെ പറ്റിക്കാൻ പറ്റൂല, കാരണം ഈ സംഭവം നടന്നത് അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു കഥ പറഞ്ഞു. ആ കഥ നിങ്ങൾ കേൾക്കേണ്ടതാണ് സുഹൃത്തുക്കളെ. തലച്ചോറെടുത്ത് മാറ്റിവെച്ചുകൊണ്ട് വേണം നമ്മൾ കേൾക്കാൻ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ലോജിക്കൊന്നും ഇല്ലാത്തൊരു കഥയാണ്. ആ കഥയിൽ അദ്ദേഹം പറയുന്നത്, അദ്ദേഹവും VD സതീശനും തമ്മിൽ ചില കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. ആ കഥ എന്താണെന്നുള്ളത് ഞാൻ ഇതിൻ്റെ അവസാനം പറയട്ടെ. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ യഥാർത്ഥത്തിൽ അതിനിടക്കാണ് പെട്ടെന്ന് ഈ ചോദ്യം കേൾക്കുന്നത്. അപ്പോൾ ചോദ്യം കേട്ടപ്പോൾ സതീശൻ ചാടി എഴുന്നേറ്റ് ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞു. ഈ റെജി ചെറിയാൻ്റെ ചോദ്യം ഒന്നാമത്തെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ റെജി ചെറിയാൻ അനാവശ്യ ചോദ്യം ചോദിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ പുള്ളി ചോദിച്ചു. കാരണം ചോദിച്ച പാർക്കിലല്ലിട്ട് ഇവരിക്കണം നിയമസഭയിലാണ്, നിങ്ങൾ ആലോചിക്കണം. ചാടി എഴുന്നേറ്റ് ഉത്തരം പറഞ്ഞു. ഉത്തരം പറഞ്ഞതിന് ശേഷം, ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്, ഉത്തരം പറഞ്ഞതിന് ശേഷം ഇരിക്കുമ്പോൾ തന്നെ, അതായത് ഇരിക്കണതിനിടയിലൂടെ തന്നെ നേരത്തെ കുഞ്ഞാലിക്കുട്ടി ചോദിച്ച ചോദ്യത്തിന് പുള്ളി മറുപടി പറഞ്ഞാണ് ഒരു കാരണവശാലും കൊടുക്കൂലത്. അതായത് ഇതുമായി ബന്ധപ്പെട്ടല്ല. അങ്ങനെ ആർക്കെങ്കിലും സംസാരിക്കാൻ പറ്റുമോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ? നമ്മൾ ഒരാളോട് സംസാരിക്കുന്നു, അപ്പോൾ അതിനിടയ്ക്ക് ഒരാളോട് ചോദ്യം ചോദിക്കുന്നു. ചോദ്യം ചോദിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ അതിൻ്റെ ഉത്തരം അത്രയും ആർജവത്തോടുകൂടി ഒരു കാരണവശാലും കൊടുക്കൂല എന്നുള്ളത് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റണമെങ്കിൽ അഭൂതപൂർവമായിട്ടുള്ള ഒരു രീതിയുള്ള ഒരാളായിരിക്കണം നമ്മുടെ VD സതീശൻ. അദ്ദേഹം തീർച്ചയായിട്ടും വലിയ വായനക്കാരനാണ്, വലിയ കഴിവുള്ള ബുദ്ധിയുള്ള ഒരാളാണ്. അതുകൊണ്ട് പറ്റൂല എന്ന് നമുക്ക് തീർത്തൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമുക്കറിയാം, സാമാന്യ ബോധമുള്ള ഏത് ആൾക്കും മനസ്സിലാവും, ഒരു കാരണവശാലും അങ്ങനെ നമുക്ക് വർത്താനം തുടരാൻ പറ്റില്ല. അങ്ങനെ വർത്താനം നിങ്ങളെപ്പോഴെങ്കിലും തുടരുന്നുണ്ട്. നിങ്ങൾ ഭാര്യയുമായിട്ടോ അല്ലെങ്കിൽ ഭർത്താവുമായിട്ടോ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്തു, കൊച്ചുങ്ങൾ വന്ന് എടുക്കുന്നു. അപ്പം തന്നെ വീണ്ടും എന്നാണ് കൊച്ചിനെടുത്ത് കൊച്ചിനോട് ആ കാര്യം പറഞ്ഞതിന് ശേഷം ആ നിർത്തിയത് അവിടെ നിന്ന് തന്നെ ഷാർപ്പായിട്ട് എന്ത് ചെയ്യുന്നു, ഉത്തരം പറഞ്ഞു തുടങ്ങുന്നു. അതും അതേ വികാരത്തോടു കൂടി. എങ്ങനെയുണ്ട്? വിശ്വസിക്കണം. ഇത് കേരള മുഖ്യമന്ത്രിക്ക് വേണ്ടി നമ്മുടെ കുഞ്ഞാപ്പ പറയുന്ന കള്ളാണ്. കുഞ്ഞാപ്പ ഇതിനു മുമ്പ് ഇതുപോലെയുള്ള അബദ്ധമൊക്കെ കാണിച്ചിട്ടുണ്ട്. കാരണം പണ്ടിലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ചേച്ചിയുടെ ഭർത്താവായിട്ടുള്ള റൌഫ് പറഞ്ഞൊരു കഥയാണ് എനിക്ക് ഓർമ്മ വന്നത്. ആ റൌഫ് പറഞ്ഞ കഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇദ്ദേഹം റെജീനക്ക് ഒരു വീടും ഫ്ലാറ്റാറ്റെ മേടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് റൌഫ് കയറി വരുന്നത്. അപ്പോൾ റൌഫ് പറഞ്ഞ്, നിങ്ങൾ എന്തും മണ്ടത്തരാണ് ഈ കുഞ്ഞാലിക്കുട്ടി കാണിക്കാൻ പോണത്. കാരണം അങ്ങനെ മേടിച്ചു കൊടുത്താൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പടമെടുത്ത് അവർക്കിത് മേടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ രേഖയാകൂലേ, വസ്തുതയാകൂലേ, അതുകൊണ്ട് നിങ്ങൾ ഈ പൊട്ടത്തരം ചെയ്യല്ലേ എന്ന് പുള്ളിയോട് പറഞ്ഞു എന്നാണ്. ഏതൊരു ബുദ്ധിയുള്ള മനുഷ്യനും ഇടയ്ക്കൊരു അബദ്ധം പറ്റും, അതുപോലെ ചെറിയ അബദ്ധം പറ്റിയതാണ്. എന്നിട്ട് കുഞ്ഞാലിക്കുട്ടി പറയുന്നത്, എന്നെ പണ്ടറാക്കാൻ പറ്റില്ല, ലോകത്തെ മുഴുവൻ നിങ്ങൾക്ക് പറ്റിക്കാൻ പറ്റും. അതായത് ഈ ചാനലുകളും സഭാ TVയും എല്ലാവരും കൂടി ലോകത്തെ പറ്റിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞു വന്നത്. എന്തൊരു കഥയാണ് എൻ്റെ പ്രിയപ്പെട്ട സതീശ നിങ്ങൾ ഈ പറയുന്ന പാവത്തിനെ കൊണ്ട് പറഞ്ഞു കൊടുപ്പിച്ച് പറയിക്കണത്. യഥാർത്ഥത്തിൽ പുള്ളി കൂടി വന്ന് ഇതിൻ്റെ പുള്ളിയിൽ നാണം കെട്ടു. ഈ നാണം കെട്ടതിൻ്റെ കാര്യം എന്താണെന്ന് അറിയണമെങ്കിൽ
എൻ്റെ ഒരു പോഡ്കാസ്റ്റ് ഉണ്ട്. ആ പോഡ്കാസ്റ്റ് BCC വിത്ത് രതീഷ് ചക്രപാണി എന്ന് പറയുന്ന ചാനലിലാണ്. അത് കണ്ടാൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഇതുപോലെ സറണ്ടർ ചെയ്യേണ്ടി വന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഒരു കോർപ്പറേറ്റ് ഹിന്ദുത്വ വലിയ സംഭാവനകൾ, വലിയ ചെറിയ മധുരങ്ങൾ കൊടുത്തുകൊണ്ട് മുസ്ലിം ലീഗിന് അപ്പാടെ തന്നെ വിലക്കെടുത്തിരുന്നതാണോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും സംശയമുള്ളൊരു കാര്യം ഉണ്ടാവും. ആ സംശയമുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്ത് കഥയാണ് പറഞ്ഞിരുന്നത്, എന്താണ് പറഞ്ഞിരുന്നത് എന്നുള്ളത് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടിക്ക് ഈ സംഭവത്തിൽ ഇത്രയും മാത്രം ഓർമ്മയുള്ളൂ, മറ്റതെല്ലാം പുള്ളി പറഞ്ഞു. അതായത് എന്ത് കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞു അതെനിക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഒരു കാര്യം ഇവർ രണ്ടുപേരും തമ്മിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ആ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് VD സതീശൻ ഒറ്റടിക്ക് ഇല്ല ഒരു കാരണവശാലും കൊടുക്കൂലെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും കൊടുക്കൂലെന്ന് പറയണത് വരെ പുള്ളിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അതിന് മുമ്പ് പറഞ്ഞ കഥയും അതിന് ശേഷമുള്ള കാര്യവും പുള്ളി മറന്നുപോയി. അപ്പം പിന്നെ ഈ സതീശൻ ഇത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കഥ പറയുമ്പോൾ അത് ഗംഭീരമായിട്ട് നരേറ്റ് ചെയ്ത് ഉണ്ടാക്കി കൊണ്ടുവരണം. ഞാൻ പറയുന്നത് കുഞ്ഞാലിക്കുട്ടി സാഹിബിക്ക് എന്നെ വിളിക്കും, ഞാൻ കഥ ഉണ്ടാക്കി തരാം. ഇപ്പോൾ ഒരു ചെറിയ സാമ്പിൾ പിടിച്ചു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി ഈ കഥയുമായിട്ട് വരുമ്പോൾ പുള്ളി പറയേണ്ട ഒരു കാര്യമുള്ളൂ. ആ കഥ കൂടി പറഞ്ഞിരുന്നെങ്കിൽ ഗംഭീരമായിരുന്നേട്ടാ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയുക, ശരിക്കും പറഞ്ഞാൽ സതീശനോട് ചോദിച്ചു, സതീശ 5 നാരങ്ങ മുട്ടായി നമുക്ക് എന്ത് ചെയ്യും, ബെക്കാഡിയുടെ നിന്ന് കിട്ടും. അപ്പോൾ ഈ 5 നാരങ്ങ മുട്ടായി നമുക്ക് ബെക്കാഡിയുടെ നിന്ന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 എണ്ണം സതീശനെടുത്തോ 2 എണ്ണം എനിക്ക് തരുമോ എന്നുള്ളത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ചോദിച്ചു. അപ്പോൾ അത് ശരി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടുത്തൊരു ചോദ്യം ചോദിക്കുന്നത്. അല്ല സതീശ, 3 എണ്ണം തനിക്കും 2 എണ്ണം എനിക്കും മാത്രം മതിയാ, 1 എണ്ണം നമുക്ക് ഷാജിക്കും കൂടി കൊടുത്തൂടെ എന്ന് ചോദിച്ചു. ഏത് KM ഷാജിക്ക്. അപ്പോഴാണ് പെട്ടെന്ന് മറ്റേ റജി ചെറിയാൻ്റെ ചോദ്യം വന്നത്. പുള്ളി ചാടി എണീറ്റ് ഉത്തരം പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പുള്ളി താഴേക്ക് ഇരിക്കുമ്പോൾ പറഞ്ഞു, ഇല്ല ഷാജിക്ക് ഞാൻ ഒരു കാരണവശാലും നാരങ്ങ മുട്ടായി ഞാൻ ഒരു കാരണവശാലും കൊടുക്കൂലെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് കഥ? മനസ്സിലായി? ഇതിൽ ബെക്കാഡി വേണമെങ്കിൽ മാറ്റിയിട്ടും താങ്കൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ആ പ്രശ്നം എന്ത് ചെയ്യും, പരിഹരിക്കപ്പെടും. യഥാർത്ഥത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് മറ്റൊരു രംഗമാണ്. സിദ്ദിഖിലെ ലാലും സിദ്ദിഖും തമ്മിൽ വേർപിരിഞ്ഞപ്പോൾ സിദ്ദിഖിലെ ലാലിനോട് ചോദിച്ചു, നിങ്ങൾ തമ്മിൽ വേർപിരിയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചത്. അപ്പോൾ ലാല് പറഞ്ഞൊരു കഥയുണ്ട്. ആ കഥയാണ് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളത്. ആ കഥ എന്താ ലാല് പറയുന്നത്, ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ദിവസം വലിയ തർക്കമായി. ആർക്കാണ് കൂടുതൽ സൗന്ദര്യം, എനിക്കാണ് കൂടുതൽ സൗന്ദര്യമെന്ന് ലാലും എനിക്കാണ് കൂടുതൽ സൗന്ദര്യമെന്ന് സിദ്ദിഖും പറഞ്ഞു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ വഴക്കിട്ട് അടിയായി വേർപിരിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ആ കഥക്ക് ഇതിനേക്കാൾ വിശ്വാസ്യതയുണ്ട് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയും പ്രിയപ്പെട്ട ടെക്നോ ഫ്യൂഡലിസമൊക്കെ പഠിച്ചു കഴിഞ്ഞ ബുക്കൊക്കെ വായിച്ചു കഴിഞ്ഞ VD സതീശനെയും ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിക്കോട്ടെ. ടോപ്പിക്കുമായി ബന്ധപ്പെട്ടല്ല, നമ്മൾ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ മറ്റൊരു ചാനലിൽ നമ്മളൊരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ എന്ന് പറയുന്നത് KCയെ വെട്ടി ലീഗിനെ കൂട്ടി സതീശനെ മുഖ്യമന്ത്രിയാക്കിയ ഞെട്ടിക്കുന്ന കോടീശ്വരനാരാണെന്നാണ്. ഇത് ഞാൻ പറയാൻ കാര്യം ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്ന ഒരു കാര്യമാണ്. അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും മുസ്ലിം ലീഗ് എന്തുകൊണ്ടാണ് VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി വാശി പിടിച്ചതെന്നും എന്തുകൊണ്ടാണ് VD സതീശൻ്റെ ഇമേജ് ബിൽഡിങ്ങിനും അതുപോലെ നഷ്ടപ്പെട്ടു പോകുന്ന ഇമേജ് വീണ്ടെടുക്കാനും ഒക്കെ അവർ അടക്കം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അത് പക്ഷേ ഈ ചാനലിലല്ല, പുതിയ ചാനലായിട്ടുള്ള BCC വിത്ത് രതീഷ് ചക്രപാണി എന്ന ചാനലിലാണ്. ആ പൊതുബോധത്തിനും അപ്പുറം രതീഷ് ചക്രപാണിയോടൊപ്പം എന്നുള്ളതാണ് അതിൻ്റെ പേര്. BCC എന്ന് പറഞ്ഞാൽ ബിയോണ്ട് കോമൺ കോൺഷ്യസ്നസ് വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. ആ ചാനലിലുള്ള പോഡ്കാസ്റ്റ് കാണാൻ മറക്കരുത്. പോഡ്കാസ്റ്റ് ഇട്ട് 24 മണിക്കൂറുകൾ കഴിയുമ്പോൾ ഏതാണ്ട് 62,000 64,000 3000-ഓളം പേരത് കണ്ടു കഴിഞ്ഞു. വലിയ സ്വീകരണം ലഭിച്ചതിൽ എനിക്ക് വലിയ സന്തോഷം. കാരണം നമ്മുടെ കേവലം 2ാമത്തെ മാത്രം പോഡ്കാസ്റ്റാണ്. അതിലാകെ ഉണ്ടായിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന 600-ലധികം വരുന്ന സബ്സ്ക്രിപ്ഷനാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 1500-ത്തേക്കായിരിക്കുന്നു. വലിയ സന്തോഷം നിങ്ങൾ അത്തരത്തിൽ സ്വീകരിച്ചതിൽ. ഇത് കേരളത്തിൽ ഇതേവരെ നിങ്ങളോട് ആരും പറയാൻ ധൈര്യപ്പെടാത്ത ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. അതായത് VD സതീശൻ മുഖ്യമന്ത്രിയായതിൻ്റെ പിന്നിലെ ഉള്ളുകള്ളികളാണ്, അതിൻ്റെ കഥയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. KPCCയിൽ അദ്ദേഹത്തിന് പിന്തുണയിലായിരുന്നു, അതുപോലെ പാർലമെൻ്ററി പാർട്ടിയിൽ പിന്തുണയിലായിരുന്നു. പക്ഷേ നിങ്ങൾ അറിയേണ്ടത് ഹൈക്കമാൻഡിൻ്റെ പിന്തുണയിലായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തെ പിന്തുണച്ചതാര് എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് അതിനകത്തുള്ളത്. അതുകൊണ്ട് കാണാൻ മറക്കരുത്. ഇത്തരത്തിലുള്ള പോഡ്കാസ്റ്റുകൾ നിരവധി വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടി സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ കഴിയാവുന്നവർക്ക് നമ്മുടെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം ഈ ചാനലിൽ. അതല്ല നേരിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യാൻ കഴിയാവുന്നവർക്ക് നമുക്ക് ഗൂഗിൾ പേ നമ്പറോ അക്കൗണ്ട് നമ്പറോ ഒക്കെ കൂടി താഴെ കൊടുത്തിട്ടുണ്ട്. ചെയ്യാൻ കഴിയാവുന്നവർ മാത്രം ചെയ്താൽ മതി. അങ്ങനെ ചെയ്തത് കൊണ്ടിട്ട് അവർക്ക് മാത്രമായിട്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവില്ല. ഏതാനും ചില വീഡിയോകൾ നേരത്തെ കാണാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
പക്ഷേ പ്രിയപ്പെട്ട പ്രേക്ഷകർ മറന്നു പോകേണ്ട, നമ്മൾ പൊതുബോധം സൃഷ്ടിച്ച, ഇവിടുത്തെ മാധ്യമങ്ങൾ പറയാത്ത ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ പറയാനുള്ള വലിയ പരിശ്രമത്തിനിടയ്ക്കാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കത് തുടർന്നു കൊണ്ടുപോകാൻ കഴിയൂ എന്നുള്ളത് മറന്നു പോകരുത്. നമ്മുടെ പുതിയ ചാനലിൻ്റെ പേര് മറന്നു പോകരുത്, BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്.